എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ചെറിയൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം നിങ്ങൾ ഞാൻ ഉടായിപ്പാണ്, കള്ളത്തരങ്ങൾ കാട്ടുന്നുണ്ട്, അത് കാട്ടുന്നുണ്ട്, ഇത് കാട്ടുന്നുണ്ട്, എങ്ങനെ വേണേലും ക്രിട്ടിസൈസ് ചെയ്തോ ഈ വീഡിയോൻ്റെ താഴെ. പക്ഷേ ഞാൻ പറയും 15,000 രൂപയ്ക്ക് താഴെ ഇതിനും ഫണ്ണായിട്ടുള്ള ബൈക്ക് ഞാൻ എൻ്റെ ലാസ്റ്റ് 5 ഇയേഴ്സിൽ ഞാൻ ഓടിച്ചിട്ടില്ല. 5-6 കൊല്ലമായി ഞാൻ ഈ ബൈക്കിൻ്റെ പിന്നാലെ കിടന്ന് നടക്കുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പുതിയ സ്റ്റോക്ക് വന്നതാണ് സൈക്കിളുകളുടെ. പക്ഷേ ആ ഒരു സൈക്കിളിന് പ്രത്യേകതയുണ്ട്. റൈനോൻ്റെ കൊമ്പ് കണ്ടിട്ടുണ്ടോ? ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു കൊമ്പ്, ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടില്ലേ? അതേ സെയിം സാധനം തന്നെ ബൈക്കിൽ. അതും ഇതിൻ്റെ വില വരുന്നത് 14,899 പ്രൈസ് വരുന്നത് കേട്ടോ. ഏറ്റവും ബഡ്ജറ്റാണ്. പക്ഷേ ഒരു കിടിലൻ റോഡ് ബൈക്കാണ്. ഞാനത് കാട്ടിത്തരാം ഗൈസ്. യെസ്, ഇതാണ് നമ്മുടെ റോഡിയോൻ്റെ എഗ്രസോ റൈനോ ബാർ, എക്യുപ്ഡ് വിത്ത് റൈനോ ബാർ എന്ന് പറയണത് ഇതാണ്. റൈനോ ബാറാണ് കേട്ടോ ഈ സാധനം വരുന്നത്. എൻ്റെ ദൈവമേ, ഞാൻ ഇവിടം വരെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ണ് തള്ളിപ്പോയതാണ്. പുതിയ സ്റ്റോക്കാണ്. കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ളത് ഇതിൽ കൊടുക്കാം. കിടിലൻ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിലൻ സാധനം. ഇതിൻ്റെ സ്പെക്ക് നമുക്ക് നോക്കി നോക്കട്ടെ. അതിനെക്കാട്ടും മുന്നേ നിങ്ങൾ ഈ സാധനം, ഞാനിത് ഓടിച്ചു വന്നിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റിൽ അതേ ഒരു ഹാപ്പിനെസ്സിലാണ് ഈ വീഡിയോയും എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് കൂടുതൽ വിശദീകരണം കാര്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ ഈ സാധനം ഒന്ന് നോക്കി നോക്ക്. റോഡിയോൻ്റെ എഗ്രസോ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. റോഡിയോൻ്റെയാണ്. 15,000 രൂപയ്ക്ക് താഴെയാണ്. 14,899 രൂപയാണ് ഇതിൻ്റെ വില വരണത്. ഇതിൽ നിങ്ങൾക്ക് ഇത്രയും ഫണ്ണായിട്ട് ബൈക്ക് ഓടിക്കാൻ പറ്റുമെന്ന് ഞാൻ ഈ സാധനം ഓടിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഒരു അടാർ ഐറ്റം, ഒരു ജഗജില്ലി ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമുക്ക് വരണത് ഫ്രണ്ടിൽ നമുക്ക് ഇവിടെ സ്പെക്കൊന്ന് ജസ്റ്റ് ഓടിച്ച് നോക്കി നോക്കാം. ഇതിൻ്റെ മെയിൻ സ്പെക്ക് വരണത് ഇതാണ് കേട്ടോ. ഇതാണ് സാധനം. ഇതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ 15,000 രൂപ കൊടുക്കണത് കേട്ടോ. എന്ന് വെച്ചാൽ 14,800 ആ പ്രൈസ് കൊടുക്കുന്നത് ഈ ഒരു സാധനം ഫണ്ണായിട്ട് ഓടിക്കാൻ വേണ്ടി. എന്നാലും നമ്മുടെ യൂഷ്വൽ ഇതിൽ ഞാൻ പറഞ്ഞു തരാം. ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് സാധാരണ ഇതാണ് വരുന്നത്. ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്, അത്യാവശ്യമാണ്. ഡിസ്ക് ബ്രേക്കാണ് വന്നിരിക്കുന്നത്. ഇതിൽ വരുന്നത് ഹാർടെക്സിൻ്റെ ടയറാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഹാർടെക്സിൻ്റെ ടയറാണ്. ഇവിടെ ഇൻഫ്ലേഷൻ എത്ര രൂപ എത്രയാണ് അടിക്കേണ്ടത് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 27.5 ആണ് ഇപ്പോൾ ഇതിൻ്റെ വീൽ സൈസും കാര്യങ്ങളൊക്കെ വരണത്. നമുക്ക് ഹബ്ബ് വരുന്നുണ്ട്. ഹബ്ബ്, ഡിസ്ക് ബ്രേക്ക്, കിഡിലൻ സസ്പെൻഷൻ, നോർമൽ ബേസിക് ആണ്. ലോക്ക് അൺലോക്ക് അങ്ങനത്തെ ഹൈ എൻഡ് സാധനമൊന്നുമില്ല, ബേസിക് സാധനം. പക്ഷേ എനിക്ക് ഇത്രയും ട്രാവൽ നമുക്ക് ഈ ബൈക്കിൽ കിട്ടുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രാവൽ 80 mm ആണ്. 40 mm താന്ന് പോകുന്നുണ്ട്. ഞാൻ ഓടിച്ചിട്ടുള്ള കാര്യമാണ് പറയണത്. അതിനുശേഷം ഇവിടെ ഹെർക്കുലീസ് എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹെർക്കുലീസ് ബ്രാൻഡ് ആർക്കും പറഞ്ഞ് ഞാൻ ഫലിപ്പിക്കേണ്ട ആവശ്യമില്ല. ഹെർക്കുലീസിൻ്റെ റോഡിയോ നമുക്ക് സ്റ്റീൽ ഫ്രെയിമാണ് വരുന്നത്. ഇത് സ്റ്റീൽ ഫ്രെയിം തന്നെ വേണം കേട്ടോ. ഇത് എന്നോടാണോടാ നീ കളിക്കണേന്നുള്ള ചോദ്യത്തിലാണ് ഇവൻ നിൽക്കണത് കേട്ടോ. അതുപോലത്തെ ബൈക്ക് എനിക്ക് ഓടിച്ച് നോക്കിയപ്പോൾ എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറയണത്. എഗ്രസോ എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു കളർ വരുന്നത് ഒരു ഗ്രീനിഷ് കളറാണ് വരുന്നത്, ഗ്രീൻ റെഡ്. ഇവിടെ എഗ്രസോ എന്ന് പറഞ്ഞിട്ടുള്ള ഇതും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിംഗിൾ സ്പീഡാണ് വരണത്. അതുകൊണ്ടാണ് ഇതിന് ഇത്ര റേറ്റും കുറവ് വരുന്നത് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഹൈലൈറ്റ് സാധനം ഞാൻ ഓടിച്ചിട്ട് പറയാം. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡിൽ നമുക്ക് ഈ സാധനം സിംഗിൾ സ്പീഡായതുകൊണ്ട് ഒറ്റ ഒരു ഗിയറേ വരുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇത് ഗിയർ ആക്കാൻ പറ്റും. അതിനുള്ള ഹോൾഡറും കാര്യങ്ങളാണെന്ന് തോന്നുന്നു ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഹോൾഡറിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലും 27.5. ഏത് കടയിൽ പോയാലും നമുക്ക് എയറും കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റും. ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. ബാക്കിലും ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. ഇതാണ് ഐറ്റം. സീറ്റും തരക്കേടില്ലാത്ത ഒരു സീറ്റാണ് ഇതിലും വരുന്നത് കേട്ടോ. സോ ഇതാണ് നമ്മുടെ റോഡിയോൻ്റെ അഗ്രസോ എന്ന് പറഞ്ഞിട്ടുള്ള റൈനോ ബാർ വെച്ചിട്ടുള്ള നമ്മുടെ സൈക്കിൾ വരണത്, പുതിയ ബൈക്ക് വരണത്. ഇനി ആണ് ഇതിൻ്റെ കളി എടുക്കണത്. ഇതാണ് ഇതിൻ്റെ നമ്മുടെ ഹാൻഡിൽ ബാർ വരണത്. ഇത് റോഡ് ബൈക്കാണോ? നമ്മൾ ഷേർലിയുടെ ബൈക്ക് റിവ്യൂ ചെയ്യുന്ന സമയത്ത് ലൂപ്പ് ബാർ, അതുപോലെ തന്നെ കുറേ പേരുകൾ പറഞ്ഞിട്ട് ഷേർലിയുടെ ബൈക്കിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ള ഒരു ഇതാണ് കേട്ടോ. വൈഡായിട്ടുള്ള ഒരു ഹാൻഡിൽ ബാറാണ്. വൈഡായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് കംഫർട്ടബിൾ ആയിട്ട് റോഡ് ബൈക്കിൻ്റെ അല്ല, എന്നാൽ ടൂറിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാർ പോലെ ഉണ്ട്. എനിക്ക് പെട്ടെന്ന് ഒരു 100-200 മീറ്റർ ഓടിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഫീലായത് സാധനം പിടിച്ച് ഓടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഭയങ്കര രസമുണ്ട് ഓടിക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം. അതുപോലെ തന്നെ ഇതിൻ്റെ റിഫ്ലക്ടർ കാര്യങ്ങളൊക്കെ വേറെ വരുന്നുണ്ട്, ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ അതിൽ വരണതാണ്. ഇത് സെപ്പറേറ്റ് ആണ് കേട്ടോ. ഡിസ്ക് ബ്രേക്ക് അല്ല, മഡ് ഗാർഡ് സെപ്പറേറ്റ് ആണ് വന്നത്. അപ്പോൾ ഇതാണ് സാധനം വരുന്നത്. എനിക്ക് പിന്നെ ഇവിടെ നമുക്ക് ബോട്ടിൽ ഹോൾഡറും വെച്ചിട്ടുണ്ട് കേട്ടോ. സ്കൂളിലേക്കോ അല്ലെങ്കിൽ
നിങ്ങൾ ജസ്റ്റ് ഒരു എൻട്രി ലെവലാണ് സൈക്കിൾ നോക്കുന്നത്, 15,000 രൂപയ്ക്ക് താഴെയാണ് നോക്കുന്നതെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ഫൺ റൈഡാണ് നിങ്ങൾ ഉദ്ദേശിക്കണതെങ്കിൽ കേട്ടോ. സിംഗിൾ സ്പീഡ് ഇതാണ് ഹൈലൈറ്റ്. ഇത് ഓടിക്കാൻ റൈഡിങ് പൊസിഷൻ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഇനി നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഈ ബൈക്കൊന്ന് ഓടിച്ച് നോക്കി നോക്കാം. ഓടിച്ച് നോക്കിയിട്ടുള്ള ബാക്കി എക്സ്പീരിയൻസ് പറയാം കേട്ടോ. വേറെ ഒന്നും പറയാനില്ല ഗൈസ്. നിങ്ങൾ എന്ത് വേണേലും എന്നെ ക്രിട്ടിസൈസ് ചെയ്തോ. ഇതൊരു കിടിലൻ സാധനം എന്ന് വെച്ചാൽ കിടിലൻ സാധനം. എൻ്റെ കയ്യിൽ 15,000 രൂപ എടുക്കാൻ ഇല്ല നേരം, അല്ലെങ്കിൽ ഞാൻ കണ്ണും പൂട്ടിയ സാധനം വാങ്ങിയാനേട്ടാ. അതുകൊണ്ട് നിങ്ങൾ വേണം, നല്ല ബൈക്കുകൾ മാത്രമേ നമ്മൾ പരിചയപ്പെടുത്തുള്ളൂ. ഒരാൾക്ക് പണി കിട്ടുന്നുള്ള ബൈക്ക് നമ്മൾ ചെയ്യില്ല. കാരണം 5 കൊല്ലമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വളർത്തി കൊണ്ടുവന്നത് നമ്മുടെ ഒരു ഗുഡ് വില്ല് മാത്രമേ നമുക്കുള്ളൂ കേട്ടോ. അല്ലാതെ യൂട്യൂബിൽ നിന്ന് അങ്ങനെ വലിയ ഇതും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ പേര് നമ്മളെന്തായാലും കളയില്ല. നമ്മൾ പറയുന്ന ബൈക്ക് നമ്മൾ എന്തെങ്കിലും രീതിയിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളോ അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ നമ്മൾ അതിശയിപ്പിച്ചിട്ടുള്ള ബൈക്കുകളായിരിക്കും കേട്ടോ. നമ്മൾ അല്ലെങ്കിൽ ഫണ്ണായിട്ട് ഓടിക്കാൻ ഫണ്ണായിട്ട് തോന്നിയിട്ടുള്ള ഇപ്പോൾ ഈ ബൈക്കിൻ്റെ പോലെ അങ്ങനെ എന്തെങ്കിലും ഒരു എലമെൻറ്റ് ആ ഒരു ഇതിൽ ഉള്ളതുകൊണ്ടായിരിക്കും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടാവുക. അത് പെയ്ഡ് പ്രൊമോഷൻ ആയാലും നമ്മുടെ കയ്യിൽ വരുന്ന സ്റ്റോക്ക് ആയാലും കേട്ടോ. ഇത് ഞാൻ ഇവിടെ പറഞ്ഞിടുന്നൊരു ഇതാണ് കേട്ടോ, വീഡിയോയിൽ പറഞ്ഞിടുന്നത് തെളിവിന് വേണ്ടിയിട്ട്. സോ ലെറ്റ്സ് ഗോ ഗൈസ്, നമുക്കൊന്ന് റൈഡ് ചെയ്തിട്ട് വരാം. കയറി ഇരിക്കുമ്പോൾ ഫസ്റ്റത്തെ ഇമ്പ്രഷൻ വരുന്നത് ഭയങ്കര രസമുണ്ട് കേട്ടോ. ഫസ്റ്റ് നല്ല രസമുണ്ട് ഇത് ഓടിക്കാൻ വേണ്ടിയിട്ട്. ഈ ബ്രേക്കൊക്കെ കൈ എത്തുന്നിടത്ത് തന്നെയാണ് കേട്ടോ. അധികം ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. റോട്ടിലാണ്, വണ്ടി ഒന്ന് നീക്കി നിൽക്കട്ടെ. ബ്രേക്ക് നമുക്ക് ഭയങ്കര സ്മൂത്താണ്. നമുക്ക് സിംഗിൾ ഒറ്റ വിരലുകൊണ്ട് നമുക്ക് ഈ സാധനം ബ്രേക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഒറ്റ വിരലുകൊണ്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആ ബ്രേക്കിൻ്റെ ക്വാളിറ്റിയാണ് പറയണത്. അപ്പോൾ വലിയ അലമ്പില്ലാണ്ട് കേട്ടോ. കാരണം ഇങ്ങനത്തെ ഇതുകളിലൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. സോ ഇതേ സസ്പെൻഷൻ കണ്ട, അയ്യാ സസ്പെൻഷൻ കണ്ടോ നിങ്ങൾ? സസ്പെൻഷൻ നോക്ക്, നിങ്ങൾ അനങ്ങണമെന്ന് നോക്ക്. 15,000 രൂപയ്ക്ക് താഴെ വരുന്നൊരു സൈക്കിളിൻ്റെ കാര്യം പറയുന്നത് കേട്ടോ. സസ്പെൻഷൻ കിഡിലൻ, അടിപൊളി പടം ഈ സാധനം. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് നമുക്ക് 2 രീതിയിൽ പിടിക്കാം. ഒന്നില്ലെങ്കിൽ അറ്റാക്കിംഗ് പൊസിഷനിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രൂയിസ് ചെയ്തൊക്കെ പോകണമെങ്കിൽ എന്നൊക്കെ പറയില്ലേ, ക്രൂയിസ് ചെയ്ത് പോകാൻ ഹൈ സ്പീഡിൽ ഇങ്ങനെ ഡൗൺ ചെയ്ത് ഇരിക്കാൻ, അതിന് ഇങ്ങനെ പിടിക്കാം. അല്ലെങ്കിൽ നമുക്ക് കംഫർട്ടബിളായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റും കേട്ടോ. ഇതിന്മേൽ ഇരിക്കാൻ പറ്റും. പിന്നെ വരുന്നത് ഈ ഒരു പൊസിഷനാണ്. നമുക്ക് സാധാരണ ഇത് ജസ്റ്റ് ഇങ്ങനെ നമുക്ക് പിടിച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. ഇതാണ് സാധാരണ റൈഡ് ചെയ്യുന്ന പൊസിഷൻ വേണ്ടിയിട്ട്. റോഡ് ബൈക്കിൻ്റെ ഫീലൊക്കെ കിട്ടും കേട്ടോ. ഇങ്ങനെ ഇരുന്ന് ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം പറപ്പിക്കണം കേട്ടോ. അല്ലാണ്ട് ഈ വണ്ടി കാര്യമില്ല. സൂപ്പർ ഫണ്ണാണ് ഈ സാധനം ഓടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഗിയറില്ലാത്തതുകൊണ്ട് നമുക്ക് മെയിനായിട്ടൊരു ബെനിഫിറ്റ് വരുന്നത് ചവിട്ടുന്ന അയ്യോ കുഴി വെള്ളം. മെയിനായിട്ടുള്ള ഒരു ബെനിഫിറ്റ് വരുന്നത് ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് പവർ സൈക്കിൾ റൂമിലേക്ക് പോകാട്ടോ. ഫുള്ള് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇതിൽ ക്രൂയിസ് ചെയ്ത് പോകാൻ പറ്റും. പാടുണ്ട്, അത് ശരിയാ. സിംഗിൾ സ്പീഡിൻ്റെ ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാമല്ലോ, അതുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് സാധനം ഫുള്ള് സെറ്റ് ചെയ്ത് ക്രൂയിസ് ചെയ്ത് ലൈക്ക് എനിക്കിതിനെ ഹഠാതെ ആകർഷിച്ചത് ഈ ഒരൊറ്റൊരു സാധനം കേട്ടോ. ബാക്കി എന്തും ഞാൻ കോംപ്രമൈസ് ചെയ്യാം, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ. ഈ ഒരു ഫ്രണ്ട് ഏരിയ, ഈ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ ഞാൻ കാരണം ലാസ്റ്റ് 5-6 ഇയേഴ്സിൽ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം കണ്ടിട്ടില്ല. പ്രീമിയം ബൈക്കുകളിൽ വലിയ വണ്ടികളിലൊക്കെ ഞാൻ ഷേർലിയുടെയും 1.5 ലക്ഷത്തിൻ്റെയും 2 ലക്ഷത്തിൻ്റെ ഒന്നും അതൊന്നും എനിക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ സാധാരണക്കാരായ ആൾക്കാരുടെയും എൻ്റെയും കാര്യമാണ് പറയണത് കേട്ടോ. 15,000 രൂപയ്ക്ക് താഴെ ഒരു ഫണ്ണായിട്ട് അടിച്ചു പൊളിച്ച് ക്രൂയിസ് ചെയ്ത് ജസ്റ്റ് സ്റ്റൈലിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ വണ്ടി കേട്ടോ. സോ ഇതാണെങ്കിൽ ഫസ്റ്റ് ഇത് വരുന്നത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നുള്ളൂ. ഈ ഒരൊറ്റ ഒരു ഇത് വന്നപ്പോൾ കേട്ടോ. എൻ്റെ ഫസ്റ്റത്തെ ഒരു 100 മീറ്റർ ഓടിച്ചിട്ടുള്ള 100-200 മീറ്റർ ഇല്ല 500 മീറ്റർ എന്തായാലും ഉണ്ടാവും ഓടിച്ചപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ കേട്ടത്. കിടിലൻ സസ്പെൻഷൻ കൊള്ളാം, അതുപോലെ തന്നെ ഇതും കൊള്ളാൻ പറ്റും കേട്ടോ. അടിപൊളിയാണ്. ഹാൻഡിൽ ബാർ കിടിലനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഞാൻ ഫസ്റ്റ് ഇമ്പ്രഷൻ നമ്മൾ ഓടിച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ എൻ്റെ അഭിപ്രായം കേട്ടോ. നിങ്ങൾക്കിത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായം ഇതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് സാധനം ഇഷ്ടപ്പെട്ടു.
അപ്പോൾ അത്രയ്ക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ റോഡിയോൻ്റെ റൈനോ ബാർ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു 15,000 രൂപയ്ക്ക് താഴെ ഫണ്ണായിട്ട് ഓടിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ പറഞ്ഞ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ഡയറക്റ്റ് വിളിക്കാം. നമുക്ക് പാഴ്സൽ ചെയ്യണമെങ്കിൽ പാഴ്സൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വന്ന് വീട്ടിൽ തൃശ്ശൂർ വന്ന് വാങ്ങണമെങ്കിൽ വാങ്ങാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഓഡിയൻസ് ഇതൊന്ന് കാണണം, ഒന്ന് മനസ്സിലാക്കണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരു രീതിയിലുള്ള പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ സൈക്കിൾ ബിസിനസ്, ജോയൽ ജോഷി സൈക്കിൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ്റെ പടികളൊക്കെ നമ്മൾ ചെയ്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 1-2 സൈക്കിളുകൾ നമ്മൾ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടി പോയപ്പോൾ കണ്ടിട്ടുള്ളൊരു ബൈക്കാണ്. അപ്പോൾ നമുക്കിത് സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇത് നമ്മൾ പറഞ്ഞ് വരണതാണ്. സോ ഇഷ്ടമുള്ളവർ താഴെ കോൺടാക്റ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺ. കിടിലം വ്ളോഗായിട്ട് നാളെ 6 മണിക്ക് കാണാം. ടിൽ ദെൻ ബൈ.